ആലപ്പുഴ കളർകോട് അപകടത്തിൽ മരിച്ച 2 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ ആയുഷ് ഷാജി, ദേവാനന്ദൻ എന്നിവരുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുക. പിതാവിൻ്റെ കുടുംബ വീടായ കോട്ടയം മറ്റക്കരയിലെ വീട്ടുവളപ്പിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ദേവാനന്ദൻ്റെ സംസ്കാരം നടക്കുക. മന്ത്രി PN വാസവൻ അനുശോചനം രേഖപ്പെടുത്താൻ എത്തുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലെ വിവരങ്ങളുമായി ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ഷാജി, സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് തുടങ്ങുക? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ജംഷാദ്, കാവാലം പഞ്ചായത്തിലെ 2ാം വാർഡിലാണ് ഈ ആയുഷ് ഷാജിയുടെ വീട്. അച്ഛൻ്റെ കുടുംബ വീടാണിത്. അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ സഹോദരിയും ഒക്കെ തന്നെ ഇൻഡോറിലായിരുന്നു. അവർ വർഷങ്ങളായിട്ട് അവിടെയായിരുന്നു. മകൻ ആയുഷ് പഠിച്ചതും അവിടെ തന്നെ ആയിരുന്നു. 3 കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. കോട്ടയം മെഡിക്കൽ കോളേജിലും അതോടൊപ്പം തന്നെ ആലപ്പുഴ, കോഴിക്കോട്. മകന്റെ ആഗ്രഹമായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠിക്കണമെന്നുള്ളത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. വളരെയധികം വേദനാജനകമായിട്ടുള്ള രംഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏക മകനാണ്, ഒരു സഹോദരിയാണ് ഇവർക്കുള്ളത്. ആ കുട്ടിയും പഠിക്കുകയാണ്. എന്തായാലും വർഷങ്ങളായിട്ട് വടക്കേന്ത്യയിൽ തന്നെ ആയിരുന്നു താമസം. അച്ഛൻ്റെ ജോലി എവിടെയായിരുന്നു, അതുകൊണ്ട് തന്നെ മക്കളും കുടുംബവും ഒക്കെ തന്നെ വടക്കേന്ത്യയിലായിരുന്നു. ഇങ്ങോട്ട് വല്ലപ്പോഴൊക്കെ മാത്രമാണ് വന്നിരുന്നത്. പഠനാവശ്യത്തിനായിട്ടാണ് മകൻ നാട്ടിലെത്തിയത്. കഴിഞ്ഞ ദിവസവും മകൻ അമ്മയെ വിളിച്ച് സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും വളരെ വേദനാജനകമായ നിമിഷങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ മകൻ സംസ്കാരം പൂർത്തീകരിക്കും. തീർച്ചയായും. ഈ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലുള്ള 2 പേരുടെ സ്ഥിതിയെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഷാജഹാൻ? ജംഷാദെ, പരിക്കേറ്റ 6 പേരാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ളത്. ഇതിൽ 3 പേര് ICUയിലാണ്. 2 പേരുടെ സർജറി ഇന്നലെ പൂർത്തീകരിച്ചു. ഇവരുടെയൊക്കെ തന്നെ ആരോഗ്യനില സുരക്ഷിതമാണ് എന്നാണ് മെഡിക്കൽ ബോർഡ് കഴിഞ്ഞ ദിവസം ഇറക്കിയ വാർത്താക്കുറിപ്പിലും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 2 പേര് പൂർണ്ണമായിട്ടും സുഖം പ്രാപിച്ചു കഴിഞ്ഞ നേരിയ പരിക്കുകൾ മാത്രമാണുള്ളത്. ഇപ്പോൾ ICUയിലാണ് 3 പേരുള്ളത്. അവരുടെ നില ഇപ്പോഴും അല്പം ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഈ ആയുഷ് ഷാജിയുടെ വീട്ടിൽ സംസ്കാര ചടങ്ങുകളൊക്കെ തുടങ്ങി. ഇൻഡോറിൽ നിന്ന് മാതാപിതാക്കളൊക്കെ എത്തിയല്ലേ? തീർച്ചയായിട്ടും. കാര്യം മകൻ ആശുപത്രിയിൽ പരിക്കേറ്റ് കിടക്കുന്നു എന്നുള്ള വിവരമറിഞ്ഞാണ് അവർ ഇന്നലെ രാത്രി വരെ വീട്ടിലെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മാതാപിതാക്കളും മകളും ട്രെയിൻ മാർഗം ആലപ്പുഴയിലെത്തിയത്. വീട്ടിലെത്തിയ ശേഷമാണ് അപ്പോൾ ഏതാണ്ട് ശേഷം തന്നെ മൃതദേഹം വീട്ടിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അവർ വീട്ടിലെത്തിയ ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ അറിയുന്നത്. വളരെയധികം വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു. ഇപ്പോഴും അവർക്ക് പൂർണ്ണമായിട്ടും മകൻ നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ളൊരു മാനസിക സമ്മർദ്ദത്തിലാണ് മാതാപിതാക്കളൊക്കെ തന്നെ ഇവിടെ ഉള്ളത്. ഇപ്പോൾ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നത് അല്ലേ ഷാജി? ദൃശ്യങ്ങൾ പ്രകാരം തീർച്ചയായിട്ടും വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇതിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. തീർച്ചയായും. ആയുഷ് ഷാജി, ദേവാനന്ദൻ എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക. ഇപ്പോൾ ആയുഷ് ഷാജിയെ കാവാലത്തെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുന്നതിന് വേണ്ട നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നാം കാണുന്നത്. ഒപ്പം കോട്ടയം സ്വദേശിയായ ദേവാനന്ദൻ്റെയും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനുള്ളിൽ നടക്കും. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സനോജ് സുരേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. സനോജ്, കേൾക്കാമെങ്കിൽ? ആലപ്പുഴയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളായ ഇന്നലെ അപകടത്തിൽ പൊലിഞ്ഞ 5 ജീവനുകൾ, അതിൽ ആയുഷ് ഷാജി, ആലപ്പുഴ സ്വദേശി ആയുഷ് ഷാജിയുടെയും ഒപ്പം കോട്ടയം സ്വദേശി ദേവാനന്ദൻ്റെയും മൃതദേഹമാണ് ഇന്ന് സംസ്കരിക്കുന്നത്. ഇന്നലെ മുഹമ്മദ് ഇബ്രാഹിം, പാലക്കാട് സ്വദേശി ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, പാലക്കാട് സ്വദേശി ശ്രീദേവ്, കണ്ണൂർ മാട്ടൂൽ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ എന്നിവരുടെ മൃതദേഹം ഇന്നലെ തന്നെ സംസ്കരിച്ചിരുന്നു. ദേവാനന്ദൻ്റെയും ആയുഷ് ഷാജിയുടെയും സംസ്കാരമാണ് ഇനി ബാക്കിയുണ്ടായിരുന്നത്. ആയുഷ് ഷാജിയുടെ മൃതദേഹ സംസ്കാരത്തിൻ്റെ ചടങ്ങുകളുടെ തത്സമയ സംരക്ഷണവും വിവരങ്ങളുമാണ് ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്.